അപ്പോൾ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കോംപ്രമൈസിന്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്, ആ ഒരു സംഭവമേ നിർത്തി. എല്ലാവർക്കും നമസ്കാരം. ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടും വിമർശിച്ചിട്ടുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വിമർശിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പേക്കൂത്തുകൾ കാണിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന ഒരുപാട് പേക്കൂത്തുകളുണ്ട്. റോഡിൽ കടന്ന് എന്തൊക്കെ ഷോയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളൊന്നും നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ അവരെ വിമർശിക്കാറാണ് പതിവ്. പിന്നെ വേറൊരു ട്രാൻസ്ജെൻഡർ ഇടയ്ക്ക് വന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ജെൻസിനുമായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ്, എല്ലാവർക്കും കൂടി ഒറ്റ ടോയ്ലറ്റ് പോരെ, ഇങ്ങനത്തേക്ക് സ്റ്റേറ്റ്മെന്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബുദ്ധിമോശമായിട്ടും വെറും പുച്ഛിച്ച് തള്ളാൻ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. അങ്ങനെ കുറെ വേളിത്തനങ്ങൾ വിളിച്ചു പറയുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരെ പോലെയുള്ളവരെ ഞാൻ എന്നും വിമർശിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ വേറൊരു കാര്യം തന്നെ, ഈ ടോയ്ലറ്റിന്റെ കേസ് വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ലേഡീസിന്റെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സർജറി ചെയ്യുന്ന കാര്യമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സർജറി ചെയ്യാത്ത പക്ഷെ നമ്മൾ എന്തോ എനിക്കത് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരാണ് പെൺവേഷം കെട്ടിയിട്ട് ലേഡീസിന്റെ ടോയ്ലറ്റിൽ പോയി കയറിയാലോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ഞാൻ അന്നത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് വിമർശനം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ഉള്ളിലും ഒരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ മനുഷ്യത്വമുണ്ട്, അവരും ഒരു മനുഷ്യരാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഞാൻ കുറ്റം പറയാറില്ല. പ്രത്യേകിച്ച് രാത്രി കാലഘട്ടങ്ങളിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം സൈഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഒരുപാട് പേര് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ലേബലിൽ വന്ന് നിന്ന് അവിടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട ഒരുപാട് പ്രൈവറ്റ് പാർട്സ് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നും. ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ബാധിക്കും. മൊത്തത്തിൽ ഇവരുടെ കമ്മ്യൂണിറ്റി ആ ഒരു രീതിയിൽ ആൾക്കാർ കാണത്തുള്ളൂ. ഒരു സമയത്ത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് മാറി വരുന്നുണ്ട്. പക്ഷെ ഇന്നും മാറാതെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ട്രാൻസ്ജെൻഡേഴ്സിന് മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് റോഡിൽ മറ്റേ ഷോ ഒക്കെ കാണിക്കാറുണ്ട്. മറ്റടുത്ത ഷോ, അതൊന്നും എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സംഭരണം വേണം, അല്ലെങ്കിൽ മറ്റത് വേണം, മറിച്ച വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പേക്കൂത്ത് ഷോ ഒക്കെ കാണിക്കാറുണ്ട്. അതൊന്നും നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഇന്നും വിമർശിക്കും. എന്നാൽ സീമാ വിനീത് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഇടയായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ കടന്നുപോയ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ, ബേർഡ് സിറ്റുവേഷനൊക്കെ കടന്ന് മുന്നോട്ട് വന്ന് ഇന്ന് എന്തൊക്കെയോ ആയി തീർന്ന ഒരു സീമാ വിനീത് ഉണ്ട്. സ്വന്തമായിട്ട് വീട് വെച്ചു, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റായി സ്വന്തമായിട്ട് എന്തൊക്കെയോ നേടിയ ഒരു സീമാ വിനീത് ഉണ്ട്. അവർ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണ് ഉണ്ടായത്. അവരാദ്യം ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞ് അതിനുശേഷം ആ ബന്ധം വേർപെട്ടു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം മറ്റൊരു വ്യക്തിയുമായിട്ടും ഇവർ റിലേഷനിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വ്യക്തിയും ഇവരുടെ പൈസയും അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇവരുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്തുവാടാ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും തോന്നി. സീരിയസ്ലി പറയാല. പിന്നെ ഇവരെ മാത്രമൊന്നുമല്ല, വേറെ സ്ത്രീകളും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെയും ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് മാത്രം തോന്നി. കുറച്ച് ദിവസം മുന്നേ ഇവരിട്ടിട്ടുള്ള പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. നമസ്കാരം, ഞാൻ സീമാ വിനീത്. ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇത് പൊതുവായി പറയേണ്ടതും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത്. സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യം ആവണം എന്നില്ല. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനവും നമുക്ക് പോസിറ്റീവ് മാത്രം അല്ലെങ്കിൽ നമുക്ക് നല്ല മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹ ജീവിതത്തിൽ ഒരു കൂട്ട് ഉണ്ടാവണം, ആരേലും ഒപ്പം വേണം എന്നും. പക്ഷെ അതൊരു തെറ്റായ തീരുമാനം ആണെന്നും വളരെ നാളുകൾക്ക് മുൻപാണ് തിരിച്ചറിയുന്നത്. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നും. പക്ഷെ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു. മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നതിൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിൽ ആയിരുന്നില്ല. അത് പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹം പിന്തള്ളി നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്. അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു. ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേലാൽ ഉണ്ടാവില്ല എന്ന വാക്കിന് മേൽ ആയിരുന്നു
അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത് എന്ന് പറഞ്ഞിട്ട് സീമ വിനീത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തന്റെ പാർട്ട്ണറിൽ നിന്നുമുള്ള മോശം അനുഭവങ്ങളും കാര്യങ്ങളുമാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പ്രതീക്ഷിച്ച പോലെ അല്ല ആ പാർട്ട്ണർ തന്നെ കെയർ ചെയ്തതും താൻ അനുഭവിച്ചു കൂട്ടിയതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് പറയുന്നില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരു വ്യക്തി വന്ന് ഇടണമെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് ഇവരെ യൂസ് ചെയ്തിരുന്നത്. മറ്റ് ഒരു ബന്ധവും അല്ലെങ്കിൽ മാനസികമായ ഒരു കണക്ഷനും ഇല്ല, സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ള സാധനമൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ലാസ്റ്റ് ഇവർ റിലേഷനിലായ സമയത്ത് ആ വ്യക്തിയുമായിട്ട് വളരെ സന്തോഷമായിട്ട് ഒരു വീഡിയോ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ മാരേജിന്റെ ആ ഒരു സെറ്റപ്പ് സമയത്ത് അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. കുഞ്ഞു വീഡിയോ ആണ്, ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാം, ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഓരോ കൂടെ കാണും, അതൊരു ബ്ലോഗ് ചെയ്യും. നിങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളോടെ പങ്കുവെക്കാം, അതാണ് ഒന്നിച്ചാട്ടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇന്നങ്ങനെ നിങ്ങളുടെ കൂടെ കൂടിയാണ്. അങ്ങനെ കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണം. ഞാൻ ഒരുമിച്ചില്ലെങ്കിലും രണ്ട് സ്ഥലത്തിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങളോടും കൂടെ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് താലികെട്ട് എന്നൊക്കെ ചോദിക്കുന്നത്, കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ താലികെട്ട് നടത്തിയിട്ട് ആണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങളുടെ രജിസ്റ്റർ കഴിഞ്ഞതായിരുന്നു. പോസ്റ്റ് നോട്ടീസ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എൻഗേജ്മെന്റ് അന്ന് തന്നെ ആ ഡേറ്റ് 30 ദിവസമായിരുന്നു. വന്ന് അവളെ വെച്ച് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നമുക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയുമായിരുന്നു. അപ്പൊ ഇനിയിപ്പം വെച്ച് താമസിക്കണ്ട, കാര്യങ്ങൾ നടക്കട്ടെ അതിന്റെ ഭംഗിയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നങ്ങനെ തീരു കുറിക്കണം, മുഹൂർത്തം, അതൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ താലികെട്ട് ഒരു 1 year കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതിനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകുന്ന ദിവസമാണിത്. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് ഈ വീഡിയോ സീമ വിനീത് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവരിപ്പോൾ റീസെന്റ് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ മാനസികമായിട്ട് തളർന്നിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഇനി കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാത്തത് കൊണ്ടാവണം സീമ വിനീത് അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത്. പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇവിടെ സീമ വിനീത് സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ സ്ത്രീയായിട്ടാണ് ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാനസിക അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പുരുഷനായി ജനിക്കുന്നു, പക്ഷെ മനസ്സുകൊണ്ടൊരു സ്ത്രീയാണ്. അപ്പോൾ പുരുഷന്റെ ശരീരം വെച്ച് സ്ത്രീയുടെ മനസ്സ് വെച്ച് ജീവിക്കുന്ന ഒരു വലിയ കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ കുന്തളിപ്പ് കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അവരെയൊന്നും ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെയുള്ള വ്യക്തികളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല. പക്ഷെ സീമ വിനീതൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ നല്ലതുണ്ട നല്ലതെന്ന് പറയും, ചീത്ത കണ്ട ചീത്ത എന്ന് പറയും. അത് ആരായാലും ഏവരായാലും. അല്ലാണ്ട് എന്ത് പേക്കൂത്ത് കാണിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ എന്ന ലേബൽ വെച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ റോഡിൽ നിന്നും കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതും ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് പ്രൈവറ്റ് പാർട്സ്, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ വിമർശിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഇവരെ പോലെയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അല്ലാണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്കൊരു വ്യക്തി വൈരാഗ്യമില്ല, ദേഷ്യവുമില്ല, ഒന്നുമില്ല. സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യും, കുറ്റം പറയേണ്ടവരെ കുറ്റവും പറയും. എന്തായാലും ഇവരെ ഒരു ഇന്റർവ്യൂ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉള്ളതുണ്ട്, അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സെന്റേഴ്സിന്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണറിൽ നിന്ന് നേടാനൊക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടെ അതിനകത്ത് ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു അവസ്ഥ? എന്താണ് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പില് ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷിച്ചുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനുഷ്യരും നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട്. കാരണം അതാണ് അനുഭവം, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. ചില അനുഭവങ്ങളാണ് നമുക്ക് പാഠങ്ങളായി മാറുന്നത്. കിട്ടിയാലേ കൊണ്ടാലേ പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറയത്തില്ല. അതുപോലെയാണ് ചില അനുഭവങ്ങളാണ് നമുക്ക് പലരെ മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നത്. സീമ വിനീത് ഒരുപാട് ലൈഫിൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് അതിനെല്ലാം വെട്ടി വീഴ്ത്തി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് മുന്നോട്ട് നിൽക്കുന്ന ഇന്ന് സക്സസ് ആയ ഒരു
ആൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയാണ് സീമ വിനീത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരെ സമൂഹം അങ്ങനെ പെട്ടെന്നൊന്നും അംഗീകരിക്കത്തില്ല. അതിന്റെ ഒരു വിഷയം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും, ഇനി ഫേസ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം ബാക്കി ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും, അവർ നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മള് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മള് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവർ ആയിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവരോട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് ഒരു സമയം നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു, നമ്മൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത്. ചില ആൾക്കാര് കാശിന് വേണ്ടിയിട്ട് നമ്മളതിൽ നിന്ന് കാശുണ്ടാവും, അവരൊക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോ അവരിന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാര്. ചില ആൾക്കാർ എന്താണ് ഇവര് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാര്. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിന്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടത്ത് ഭയങ്കര എനിക്കൊരു വിശ്വാസക്കുറവാണ്, ഒരു അവിശ്വാസമാണ്. നമുക്ക് എന്റെ ലൈഫില് ഞാന് മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അയ്യോ, എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്റെ ജീവിതത്തില് വേറെ ഒരു കുറവുകളിലോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയെന്ന് പറഞ്ഞിട്ടോ, മറ്റൊരാൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് അപ്പൊ തന്നെ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയതൊക്കെ അങ്ങനെ ഒരു സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിഞ്ഞ സമയം പോകുന്നവര് പോട്ടെ എന്ന് വെച്ചിട്ട് ജീവിതം മൂവ് ഓൺ ചെയ്തത്. സീമ വിനീത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ട്രാൻസ് ആയതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കളിയാക്കലുകളൊന്നും നെവർ മൈൻഡ് ആയിട്ടാണ് വിട്ടിട്ടുള്ളത്. എന്നാൽ താൻ ജീവനും കൊല്ലം സ്നേഹിച്ച അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി പോയ വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടും ശരീരത്തിന് വേണ്ടിയിട്ടും കാണിച്ചിട്ടുള്ള പേക്കുത്തുകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു പോയിന്റിൽ സീമ വിനീത് ഒരുപാട് തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽമാന്യന്മാരായി ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അവരെ അടുപ്പിക്കാത്ത ഒരുപാട് ആൾക്കാർ രാത്രി കാലഘട്ടങ്ങളിൽ അവരുടെ കിടപ്പറയിൽ പോകുമെന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല, വാസ്തവമാണോ എന്നും അറിയത്തില്ല. എന്നാൽ അങ്ങനത്തെ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവരെ പുച്ഛിച്ചുകൊണ്ട് അവരുടെ കിടപ്പറയിൽ രാത്രി കാലങ്ങളിൽ പോകുന്നവന്മാർ വെറും നാറുകളാണെന്നേ പറയത്തുള്ളൂ. മറ്റുള്ള സമയത്ത് അവരെ കാണുമ്പോൾ പുച്ഛവും രാത്രി അവരെ കിടപ്പറയിൽ. അതെനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ സീമ വിനീതിനെ പോലെയുള്ളവരെ ഇങ്ങനെ ശരീരത്തിനും പണത്തിനും വേണ്ടി മാത്രം സമീപിക്കുന്നവർ ഉണ്ടെങ്കിൽ ദയവേത് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. അവരും മനുഷ്യരാണ്, അവർക്കും ഒരു ഹൃദയമുണ്ട്, സങ്കടം വരും, വിഷമിക്കും എന്നൊക്കെയുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാവുക. അത് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.